വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണെങ്കിൽ ശ്രീ മറുനാടൻ ഷാജിൻ്റേതായ ഒരു നല്ല ബെൽറ്റ്, ഒരു വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബെൽറ്റ് അവിടെ ഉണ്ട്. അവിടെ ജാതി മത വർഗ രാഷ്ട്രീയ വ്യത്യാസമന്യേ മറുനാടൻ ഷാജിന് വ്യക്തിപരമായി വോട്ട് ഗ്യാദർ ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നതും ഈ മണ്ഡലത്തിലാണ് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ മറുനാടൻ ഷാജിനെ BJP പരിഗണിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് എന്നുള്ളതിൽ മറ്റ് സംശയങ്ങളൊന്നും വേണ്ടതില്ല. തിരുവനന്തപുരത്ത് എപ്പോഴും BJPക്ക് അടി കിട്ടിയിട്ടുള്ളത് അനുചിതമായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് ശ്രീശാന്തിനെ കൊണ്ട് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചത് ഒരു വലിയ അബദ്ധമായിപ്പോയി. അതുപോലെ കുമ്മനം രാജശേഖരനെ വട്ടിയൂർക്കാവ് മത്സരിപ്പിച്ചതും ഒരു അബദ്ധമായിപ്പോയി. അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. അങ്ങനെ പല സ്ഥാനാർത്ഥികളെയും അവരുടേതായിട്ടുള്ള പ്രാദേശിക ഏരിയകളിൽ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ട് മത്സരിപ്പിച്ചതാണ് തിരുവനന്തപുരത്ത് BJPക്ക് ഒരിക്കലും ഒരു സീറ്റ് നേടാൻ കഴിയാതെ പോയത്. നിയമം ഒരു എക്സംഷൻ മാത്രമാണ്. മാത്രമല്ല തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് CPMൻ്റെ ഒരു കുത്തക മണ്ഡലമായി നിലനിൽക്കുന്ന ഒരു സമയം കൂടെയാണ് എന്ന് ഓർക്കണം. 14 മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ ബാക്കി 13 മണ്ഡലങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതു മുന്നണിയുടെയും കയ്യിലാണ്. കോവളം തന്നെ ശ്രീ വിൻസെൻ്റ് ജയിക്കാനുണ്ടായ കാരണം അവിടെ VSDP സ്ഥാനാർത്ഥി BJP ടിക്കറ്റിൽ ചിഹ്നം മാറി നിന്നതാണ് എന്നാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തിരുവനന്തപുരം അടുത്ത ഇലക്ഷനിൽ കൂടുതൽ സീറ്റുകൾ നേടണമെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മാത്രമല്ല ജനങ്ങൾക്ക് സ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ അവർ സന്മനസ് കാണിക്കണം. നന്ദി, നമസ്കാരം.